ഇന്തോനേഷ്യൻ തലസ്ഥാനമായ ജക്കാർത്തയിൽ നടക്കുന്ന ഫെഡറേഷൻ ഓഫ് ഏഷ്യൻ ബിഷപ്പ് കോൺഫറൻസിന്റെ 12ാമത് പ്ലീനറി അസംബ്ലിയുടെ ഉദ്ഘാടന ദിവ്യബലിക്ക് ലയോ 14 പ്രത്യേക പ്രതിനിധിയായ കർദിനാൾ ഓസ്വാൾഡ് ഗ്രേഷ്യസ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഏഷ്യയിലെ 22 ബിഷപ്പ് കോൺഫറൻസുകളിൽ നിന്നായി 120-ലധികം മെത്രാൻമാരും കർദിനാൾമാരും വൈദികരും സന്യസ്തരും അൽമായ പ്രതിനിധികളും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഉദ്ഘാടന സന്ദേശത്തിൽ സിനഡാലിറ്റി സഭയുടെ തിരിച്ചറിയലും ലോകത്തിനുള്ള ദൈവത്തിന്റെ സമ്മാനവുമാണെന്ന് കർദിനാൾ ഗ്രേഷ്യസ് പറഞ്ഞു. ഒരുമിച്ച് നടക്കുകയും പരസ്പരം കേൾക്കുകയും പരിശുദ്ധാത്മാവിന്റെ പ്രേരണകൾ തിരിച്ചറിയുകയും ചെയ്യുന്ന ജീവിതശൈലിയാണ് സിനഡൽ സഭയുടെ അടയാളമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. അതേസമയം FABC പ്രസിഡന്റ് കർദിനാൾ ഫിലിപ്പ് നേരി ഫെറാവോ ഏഷ്യയുടെ സാംസ്കാരികവും മതപരവും സാമൂഹികവുമായ വൈവിധ്യമാണ് സഭയുടെ ഏറ്റവും വലിയ ശക്തിയെന്ന് പറഞ്ഞു. ഈ വൈവിധ്യത്തെ വെല്ലുവിളിയായി കാണാതെ സംവാദത്തിന്റെയും സമാധാനത്തിന്റെയും പരസ്പര ബഹുമാനത്തിന്റെയും അവസരമായി മാറ്റുകയാണ് സഭയുടെ ദൗത്യമെന്നും കർദിനാൾ വ്യക്തമാക്കി. വിവിധ ജനവിഭാഗങ്ങൾക്കും സംസ്കാരങ്ങൾക്കും മതങ്ങൾക്കുമിടയിൽ പാലങ്ങൾ പണിയുന്ന സഭയായിരിക്കണം ഏഷ്യയിലെ ക്രൈസ്തവ സമൂഹമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. വൈവിധ്യങ്ങൾ നിറഞ്ഞ ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ സഭ സമാധാനത്തിന്റെയും ഐക്യത്തിന്റെയും പ്രത്യാശയുടെയും പാലമായി മാറണമെന്ന് സമ്മേളനം ആഹ്വാനം ചെയ്യുന്നു. സമ്മേളനത്തിന്റെ സമാപനത്തിൽ ഏഷ്യയിലെ സഭയുടെ സിനഡൽ യാത്രയ്ക്ക് മാർഗനിർദ്ദേശം നൽകുന്ന അന്തിമരേഖയും വിശ്വാസികൾക്കുള്ള സന്ദേശവും പുറത്തിറങ്ങും. പ്രാദേശിക സഭകളിൽ സിനഡാലിറ്റിയുടെ ആത്മീയത കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രവർത്തന രേഖയും ഇതോടൊപ്പം അവതരിപ്പിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക് ഷിക്കേന ന്യൂസ്.